150 മുമ്പാ. അന്ന് ഇവിടെ മൂപ്പ് ഭരിച്ചിരുന്ന പ്രതാപശാലിയായ ഒരു കാർന്നവരുണ്ടായിരുന്നു. ആ കാർന്നവര് തഞ്ചാവൂരിൽ നിന്നങ്ങാണ്ട് ഒരു നൃത്തക്കാരിയെ മേടമേ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. നാഗവല്ലി എന്നായിരുന്നു ആ തമിഴത്തിയുടെ പേര്. മാണിക്യവാസകർ മൊഴിക നൽകി ദേവി, മാണിക്യവാസകർ മൊഴിക നൽകി. മാണിക്യവാസകർ മൊഴികൾ നൽകി, ഇളങ്കോവടികൾ ചിലമ്പ് നൽകി. മനോന്മണിയായിട്ടുള്ള നാഗവല്ലിയോട് രാമനാഥൻ പാട്ടിൽ പറയുന്ന കാര്യമാണ്. മലയാളികൾ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഗാനരംഗമാണ് എവർഗ്രീൻ ആയിട്ടുള്ള മണിച്ചിത്രത്താഴ് സിനിമയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗാനരംഗം. അപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് റെഫറൻസ്, ചരിത്രപരമായിട്ടുള്ള ചില റെഫറൻസ് വരുന്നുണ്ട്. 2-3 പേരുകൾ നമുക്കിവിടെ ശ്രദ്ധിക്കാം. ഒന്ന് മാണിക്യവാസകർ, ഇളങ്കോവടികൾ. ഈ മാണിക്യവാസകർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ പ്രസിദ്ധനായിട്ടുള്ള ശൈവ ഭക്തകവിയാണ് മാണിക്യവാസകർ. നമ്മൾ നായനാർ എന്നുള്ള പേരിലാണ് ഇവരെ വിളിക്കുന്നത്. ഏതാണ്ട് 63ഓളം നായനാർമാരുണ്ടായതായിട്ടാണ് നമ്മൾ ചരിത്രം പറയുന്നത്. അതിലേറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു 4 പേര് സമ്പന്താർ, അപ്പാർ, സുന്ദരാർ തുടങ്ങിയ ആ ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു വ്യക്തിയാണ് മാണിക്യവാസകർ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള പല സ്തോത്രങ്ങളും ശിവ കീർത്തനങ്ങളുമൊക്കെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ശൈവ സാഹിത്യമായിട്ടുള്ള തിരുമുറയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല അമ്പലങ്ങളിലും നമ്മൾ കാണുമ്പോൾ നമ്മളവിടെ ഈ ഒരു 63ഓളം പ്രതിമകൾ കാണാം. അത് ആക്ച്വലി ഈ ഒരു ശൈവ ഭക്ത കവികളുടേതാണ്. രണ്ടാമത്തത് ചിലപ്പതികാരം എഴുതിയിട്ടുള്ള ഇളങ്കോവടികളാണ്. മലയാളികൾക്ക് ഭയങ്കര പരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇളങ്കോവടികൾ. കണ്ണകിയുടെയും കോവിലൻ്റെയും ഒക്കെ കഥ പറഞ്ഞിട്ടുള്ള എപ്പിക്കാണ് ഈ ചിലപ്പതികാരം. അപ്പോൾ ഈ ചിലപ്പതികാരത്തിൻ്റെ റെഫറൻസ് ഇവിടെ കുറേ കൂടി സ്യൂട്ടബിൾ ആണ്. കാരണം ഇവിടെ നാഗവല്ലി ഒരു ഡാൻസറാണല്ലേ, ഡാൻസുമായിട്ടും ഈ ഒരു ചിലമ്പ് ബന്ധപ്പെട്ട് വരുന്നു എന്നുള്ളതാണ്. ഈ ചിലപ്പതികാരം രചിച്ചിട്ടുള്ള ഇളങ്കോവടികൾ അദ്ദേഹം ഒരു ജൈന ഭിക്ഷുവായിരുന്നു. അദ്ദേഹം ചേര സാമ്രാജ്യത്തിൽ, ചേര രാജഘട്ടത്തിലെ രാജാവിൻ്റെ ഒരു സഹോദരനായിരുന്നു എന്നൊക്കെ ചരിത്രകാരന്മാർ അവകാശപ്പെടുത്തുന്നുണ്ട്. വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ചിലപ്പതികാരത്തിൽ തന്നെ ഈ ഗാനരംഗത്തിൽ ആവിഷ്കരിക്കപ്പെടുന്ന മനോഹരമായിട്ടുള്ള ഡാൻസ് ഫോം ഭരതനാട്യത്തിൻ്റേതായിട്ടുള്ള പഴയ ചില റെഫറൻസൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. ഭരതനാട്യത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പെട്ടെന്നൊന്ന് പറയാം. ഒന്ന്, നമുക്ക് ഭരതനാട്യത്തിൻ്റെ ആ ഒരു ഐക്കോണിക് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് നമുക്ക് ശോഭനയുടെ ഈ ഒരു വിഷ്വൽ സീൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഭരതനാട്യവും മോഹിനിയാട്ടമൊക്കെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഘടകമാണിത്. ഭരതനാട്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും പഴക്കമേറിയ ഒരു ഡാൻസ് ഫോം കൂടിയാണ്. KPC ലളിത ഈ സിനിമയിൽ പറയുന്നത് പോലെ തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്നാണ് ഈ ഒരു ഡാൻസറിനെ ഇവിടെ നമ്മുടെ കഥയിലെ വില്ലൻ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു കൊട്ടാരൻ ഡാൻസർ ആയിരിക്കും നാഗവല്ലി. അപ്പോൾ ഈ ഒരു ദേവദാസി സമ്പ്രദായവുമായിട്ടും ഈ ഒരു ഡാൻസ് ഫോമിന് വളരെയധികം ബന്ധമുണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈ ദേവദാസികളുടേതായിട്ടുള്ള ഡാൻസ് ഫോം പിന്നീട് മോഡേൺ പീരീഡിൽ കുറേ കൂടി റിഫൈൻഡ് ആയിട്ടുള്ള ഭരതനാട്യമായിട്ട് മാറിയെന്നാണ് പറയപ്പെടുന്നത്. ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഈ ഡാൻസ് ഫോമിൻ്റെ പല മുദ്രകളും മറ്റും, അല്ലെങ്കിൽ പല സ്കൾപ്ചേഴ്സും പല ഇമേജസും ഒക്കെ തമിഴ്നാട്ടിലെ പല അമ്പലങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കാം. എന്തു തന്നെയായാലും ഇനി നിങ്ങൾ ഈ പാട്ട് കേൾക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വരികളൊന്ന് നമുക്കതിൻ്റെ ഒരു ചരിത്രം കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.